ഷാനിബ്, ഷാഫിയുമായി ബന്ധപ്പെട്ട പല കേന്ദ്രങ്ങളും പറയുന്നത് അടുത്ത ഒരു UDF മന്ത്രിസഭയുണ്ടായാൽ അതിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഷാഫി പറമ്പിലായിരിക്കും എന്ന മട്ടിലാണ്. ഒന്ന് ആലോചിക്കൂ, കാര്യങ്ങൾ ഏത് രീതിയിലാണ് മുന്നേറുന്നത് എന്ന്. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇവര് ഏത് കണക്ക് വെച്ചിട്ടാണ് ഇവര് അധികാരത്തിൽ വരും എന്നത് ഇവർ സ്വപ്നം കാണുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇവർ എവിടുന്നാണ് പുറത്തുനിന്ന് സീറ്റൊക്കെ എടുത്തിട്ടാണോ ഇവര് കേരളത്തില് UDFന്റെ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എവിടെയാണ് ഇവര് ജയിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അധികാരത്തിന് വേണ്ടി ഒരു കോക്കസ് ഉണ്ടാക്കി ആ കോക്കസ് ഇപ്പൊ VD സതീശനും ഷാഫി പറമ്പിലും അടങ്ങുന്ന ഒരു കോക്കസ് മാത്രമാണ് ഇതിനെ നയിക്കുന്നത് എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പൊ ഉമ്മൻചാണ്ടി ആയിരുന്നു ഷാഫി പറമ്പിലിനെ രാഷ്ട്രീയത്തിൽ കൈപിടിച്ചു കൊണ്ടുവന്ന നേതാവ്. ഉമ്മൻചാണ്ടിയാണ് ഷാഫി പറമ്പിലിനെ KSU പ്രസിഡന്റ് ആക്കിയതും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കിയതും. അതിനുശേഷം ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി പറഞ്ഞ ആൾക്ക് വോട്ട് ചെയ്യാതെ മറ്റൊരു ആളെ, അതായത് ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ആളോട് ഉമ്മൻചാണ്ടിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ലെന്നും മറ്റൊരാളുടെ പേരാണ് പറഞ്ഞിരുന്നതെന്നും അയാളെ ഒഴിവാക്കുന്നതിന് വേണ്ടി, അയാൾ ഷാഫിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളല്ല എന്ന കാരണം കൊണ്ട് അതിനെതിരെ നിലപാട് സ്വീകരിച്ച് അന്ന് കുറെ ആളുകൾ, മറ്റ് ഗ്രൂപ്പിലുള്ള ആളുകളെ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് അന്ന് ഉമ്മൻചാണ്ടിയുടെ തീരുമാനത്തിനെതിരെ നിലപാട് സ്വീകരിച്ചു. അപ്പൊ ആദ്യം തന്നെ ഗുരുനാഥനെ ചതിച്ചിട്ടാണ് ഇയാൾ അധികാരം ഉറപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകണമെന്ന തീരുമാനം ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിന്റെ തീരുമാനം എന്ന നിലയിൽ എടുത്തപ്പോ അതിനെതിരെ നിലപാട് സ്വീകരിച്ച് VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കാൻ വേണ്ടി തന്റെ ഗുരുനാഥനായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ ചതിച്ചുകൊണ്ട് അധികാരത്തിലെത്താൻ, അതായത് VD സതീശനോടൊപ്പം നിന്നാൽ ഭാവി മുന്നോട്ട് വരാം എന്ന പ്രതീക്ഷയിൽ VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടത്തി. ഇതെല്ലാം ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതാനിരുന്നതും പിന്നീട് പല നിർബന്ധങ്ങൾക്ക് വഴങ്ങി അദ്ദേഹം തന്നെ അത് എഴുതണ്ട എന്ന് തീരുമാനിച്ചതുമാണെന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളതും എനിക്ക് കൃത്യമായി ബോധ്യമുള്ളതുമാണ്. ഇപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ VD സതീശനല്ല KC വേണുഗോപാലാണ് ഇനിയിപ്പോ കേരളത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നു എന്നും ഇവിടെ അധികാരം കിട്ടുകയാണെങ്കിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും എന്നൊക്കെയുള്ള ചില കണക്കുകൂട്ടലുകൾ, ആ രീതിയിലുള്ള പ്രതീക്ഷകൾ, അതിനുവേണ്ടിയുള്ള ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോ എടുത്തിരിക്കുന്ന തീരുമാനം ഈ പറയുന്ന VD സതീശനെ കൂടി കാലുവാരി KC വേണുഗോപാലിനോടൊപ്പം നിൽക്കുകയാണ്. ഞാൻ പറയുന്നത് ഒട്ടും ഒരു തത്വദീക്ഷയുമില്ലാതെ അധികാരം പിടിക്കുന്നതിന് വേണ്ടി അതിന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കണമെങ്കിൽ അതിന് ഏത് തരത്തിൽ വേണമെങ്കിലും പണം ഉണ്ടാക്കാനും അതിനാരുമായി കൂട്ടുകൂടാനും, അത് ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ, SDPI ആയിക്കൊള്ളട്ടെ, RSS ആയിക്കൊള്ളട്ടെ, ആരുമായും ഇരുന്ന് സംസാരിക്കാൻ അധികാരം കിട്ടുമെങ്കിൽ ആരുമായും രഹസ്യമായി ഇരുന്ന് സംസാരിക്കാൻ മടിയില്ലാത്ത ഒരു രാഷ്ട്രീയത്തിൽ വളരെയധികം കരുതലോടുകൂടി കാണേണ്ട ഒരാളാണ് ഈ പറയപ്പെടുന്ന വടകര MP ആയിട്ടുള്ള അദ്ദേഹം വടകരയിൽ പോയി ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഈ നാട് കണ്ടിട്ടുള്ളതാണ്. ഒരിക്കലും ഒരു സെക്യുലർ പൊളിറ്റിക്സിൽ ഉപയോഗിക്കാൻ കഴിയാത്ത എല്ലാ ആയുധങ്ങളും അയാൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പറയുന്ന ന്യൂനപക്ഷ പ്രതിനിധി, മുസ്ലിം പ്രതിനിധി എന്നുള്ളത് അയാൾ മാത്രമാണ് ന്യൂനപക്ഷ പ്രതിനിധി. ആ സമൂഹത്തിൽ നിന്ന് വരുന്ന ബാക്കിയുള്ള ആളുകളെ മുഴുവൻ ചവിട്ടി ഒതുക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന തരത്തിൽ. എന്നാൽ ജനങ്ങൾ ഇത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. വരും കാലങ്ങളിൽ അതെല്ലാം പുറത്തേക്ക് വരുമെന്ന കാര്യത്തിൽ സംശയം. പാലക്കാട് MLA-ക്കെതിരെ ഒരു കേസ് ഇപ്പോൾ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വാർത്തയായിരുന്നു. അതിന്റെ പിന്നിൽ പോലും ഇയാളുടെ കൈകളുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പൊ ഈ കാര്യങ്ങൾ വന്നു നിൽക്കുന്നത്.